NHAIക്കെതിരെ വീണ്ടും സുപ്രീം കോടതി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലല്ലോ എന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, NHAIക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. കേസ് എന്തായാലും തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങൾ? ഈ പാലിയേക്കര ടോൾ പ്ലാസയിലെ നാലാഴ്ചത്തേക്ക് പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. സുപ്രീം കോടതി ഇന്ന് വാദം നടന്നു. ഈ വാദത്തിനിടെയാണ് സുപ്രീം കോടതിയും ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ചത്. അതായത് ഈ ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി നൽകുന്ന സേവനം അത് കൃത്യമായി നൽകുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത്. റോഡിന്റെ ശോച്യാവസ്ഥയും ഈ മോശം അവസ്ഥയുമാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ചീഫ് ജസ്റ്റിസായ BR ഗവായിയും ജസ്റ്റിസായ K വിനോദ് ചന്ദ്രൻ, അദ്ദേഹം മലയാളി കൂടിയാണ്, അദ്ദേഹം കൂടിയാണ് ഈ ഒരു കേസ് പരിഗണിച്ചത്. ഇതിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നു, ഈ ടോൾ നൽകുന്ന അല്ലെങ്കിൽ ഈ പാലിയേക്കര ടോൾ വഴി താനും യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഈ റോഡിന്റെ മോശം അവസ്ഥ നേരിട്ട് കണ്ടയാളാണ്. അതുകൂടാതെ തന്റെ സഹജഡ്ജിയെ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും ഈ കാര്യം നേരിട്ട് അറിവുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗത കുരുക്കാണ്, അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ദേശീയപാതയിൽ അല്ല പ്രശ്നം, അത് ചില കവലകളിൽ മാത്രമാണ് പ്രശ്നമെന്നായിരുന്നു SG ഇതിൽ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ചില മലയാള പത്ര റിപ്പോർട്ടുകളടക്കം പരാമർശിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞത് തൃശ്ശൂരിൽ നിന്നും 7 മണിക്ക് പുറപ്പെട്ടയാൾ ചാലക്കുടിയിൽ എത്തിയത് ഉച്ച കഴിഞ്ഞാണ്. സർവീസ് റോഡുകൾ പോലും അവിടെ മെച്ചപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ചില ഒരു മരിച്ച കേസുമായി, അതായത് പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്കാര ചടങ്ങിൽ പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ താമസിച്ച് വൈകിയെത്തിയ സാഹചര്യം ഉൾപ്പെടെ പത്രങ്ങളിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രൂക്ഷമായി വിമർശനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ റോഡുകളുടെ കൃത്യമായി പരിഹരിക്കൂ, അതിനുശേഷം ഒരു ഹർജിയുമായി വരൂ. വെറുതെ എന്തിനാണ് സമയം കളയുന്നതെന്ന ചോദ്യം കൂടിയാണ് സുപ്രീം കോടതി ചോദിച്ചത്. എന്തായാലും പിന്നീട് ഈ ഒരു ഹർജി പരിഗണിക്കാൻ വേണ്ടി തിങ്കളാഴ്ചയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.